നിർമ്മാണം ഡിസംബറിനകം പൂർത്തിയാക്കുമെന്ന് സംസ്ഥാനത്തിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഉറപ്പ്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ തുടർ നടപടികളുണ്ടാകും. ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രിക്കൊപ്പം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, കൂടിക്കാഴ്ചയുടെ എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്? ബൽറാം. ഉന്മേഷ്, 1 മണിക്കൂറോളമാണ് കേരളത്തിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാനമായും ഈ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ച വിഷയം എന്നുള്ളത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ദേശീയപാത 66ന്റെ നിർമ്മാണം, അതിനിടെയുണ്ടായ തകർന്ന സംഭവവും ഒപ്പം തന്നെ അത് സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്ന ആവശ്യം സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുകയുമായിരുന്നു. ഡിസംബറിനകം ഈ നിർമ്മാണം പൂർത്തിയാക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് കേരളം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനോട് അനുഭാവപൂർവമായ ഒരു പ്രതികരണം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ദേശീയപാതയിലെ അപാകതകൾ സംബന്ധിച്ച് തുടർ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന ഉറപ്പും മന്ത്രി കേരളത്തിലെ പ്രതിനിധി സംഘത്തിന് മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ തന്നെ ഈ വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടായിരുന്നു. ഈ കമ്പനിക്കെതിരായി 1 വർഷത്തേക്ക് ഡീബാർ ചെയ്യുന്ന നടപടി ഉണ്ടായിരുന്നു. ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർക്ക് എതിരായ നടപടികളും ദേശീയപാത അതോറിറ്റി കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിൻ്റെ തുടർ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. 2 ഉന്നതതല വിദഗ്ധ സംഘങ്ങൾ ഈ ദേശീയപാത തകർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നിയോഗിച്ചിട്ടുണ്ട്. ഈ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ തുടർ നടപടികൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ സ്ഥലം ഏറ്റെടുപ്പിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ ഇടപെടണമെന്ന സംസ്ഥാനം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലും അനുഭാവപൂർവമായ ഒരു പ്രതികരണം മന്ത്രിയിൽ നിന്നുണ്ടായി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ കേരളം ഈ ദേശീയപാത 66ന് അപ്പുറത്തേക്ക് മുന്നോട്ട് വെച്ച പുതിയ പദ്ധതികളടക്കമുള്ള വിവരങ്ങൾ സംബന്ധിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഇടവേളയിലേക്ക്.